അഭിനേത്രി, നർത്തകിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ശ്രുതി തമ്പിയുടെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ്. ആഗ്രഹിച്ച പോലെ ഒരു വീട് സ്വന്തമാക്കിയിരിക്കുകയാണ് ശ്രുതി. 1,4 കോടിയോളം ചിലവാക്കിയായിരുന്നു വീട് പണിതത്. 6.5 സെന്റിലാണ് വീട്. ഇപ്പോൾ ഹോം ടൂർ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ശ്രുതി. വണ്ടി എടുത്തപ്പോഴും വീട് പണിതപ്പോഴും എല്ലാം ഞാൻ എയറിലായിരുന്നു. പോർച്ച് മുതൽ ബെഡ്റൂം വരെ എല്ലാം വിശദമായി കാണിച്ചു. ടിക്ടോക്ക് ഗെയിം കളിക്കാൻ പറ്റും. എൻ്റെ പ്രധാന വരുമാനം അതാണ്. ഞാൻ നേരത്തെയും ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആളുകൾ അത് കേൾക്കണ്ട, വേറെന്തോ രീതിയിൽ കാശുണ്ടാക്കും എന്ന് പറയാനാണ് ആൾക്കാർക്ക് താല്പര്യം. പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് 8 വർഷമായി. ആദ്യം പോയത് ജോലിക്കായിരുന്നു. പിന്നീട് ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങി. ചെലവ് താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ അത് പൊട്ടി. പിന്നീടാണ് ഗെയിമിലേക്ക് വന്നത്. ഒരുപാട് മോശം കമന്റുകൾ വന്നു. ഒരാൾ രക്ഷപ്പെടുമ്പോൾ നിങ്ങൾ ഫ്രസ്ട്രേഷൻ കമന്റുകളിലൂടെ തീർക്കുമ്പോൾ അത് ആ ഒരാളെ എങ്ങനെ ബാധിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ മോശം പറയുന്നത്? ഇത്രയും വർഷമായില്ലേ ഞാൻ ദുബായിൽ. നിങ്ങൾ പറയുന്ന രീതിയിൽ ഞാൻ പൈസ ഉണ്ടാക്കിയതിന് എന്തെങ്കിലും തെളിവുണ്ടോ? കാര്യങ്ങളുണ്ടോ? നിങ്ങളുടെ കൂടെയോ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരുടെയെങ്കിലും കൂടെ ഞാൻ മോശമായി പോയിട്ടുണ്ടോ? എന്തിൻ്റെ കാര്യത്തിലാണ് നിങ്ങളെന്നെ മോശം പറയുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇതുവരെ ഒരാളുടെ ലൈഫിലും കയറി ഒരു മോശം കാര്യങ്ങളും ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്ന പണി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കേണ്ട അവസ്ഥ എനിക്കൊരിക്കലും വന്നിട്ടില്ല. അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും അവരുടെ 3 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. അച്ഛൻ യൂണിയൻ ബാങ്കിലായിരുന്നു, റിട്ടയറായി. പിന്നെ കുറച്ച് ഷോയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്ക് വയ്യാണ്ടോണ്ട് വീട്ടിൽ തന്നാണ്. അമ്മ യൂണിയൻ ബാങ്ക് ജോലി ചെയ്യുന്നുണ്ട്. ചേച്ചി ടീച്ചറാണ്. ചേട്ടൻ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറാണ്. കുഞ്ഞുനാളിലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഇനി എനിക്കങ്ങനെ വേറൊരു പണി ചെയ്ത് എൻ്റെ കുടുംബത്തെ പോറ്റേണ്ട ഗതി വന്നിട്ടില്ല. ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. പ്ലസ് ടു കഴിഞ്ഞ് എയർ ഹോസ്റ്റസ് കോഴ്സ് ചെയ്തു. പിന്നെ ഡിഗ്രി ചെയ്തു. മഹാരാജാസിൽ നിന്ന് പിജി എടുത്തു. അതിനുശേഷം സൈഡായി ഇവിടെ ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ചെയ്ത് പാർട്ട് ടൈമായി വരുമാനം ഉണ്ടാക്കിയിരുന്നു. 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ പാർട്ട് ടൈമായി ജോലിക്ക് പോയിരുന്നു. വീട്ടിലേക്ക് ഉപകാരപ്പെടുന്ന മകളായി വളർന്ന ആളാണ് ഞാൻ. സ്വന്തമായി ഏൺ ചെയ്തു. സ്വന്തമായി കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വളർന്നൊരു പെൺകുട്ടി. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.